പരമകാരുണ്യകനളവറ്റതയാപരൻ അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിനെ പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളിൽ അല്ലാഹു ആദ്യം എണ്ണിയത് അർ-റഹ്മാൻ, പരമകാരുണ്യകൻ. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാനവരാശിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുമ്പോൾ അവൻ ആദ്യം എണ്ണി അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, മുസ്ലിങ്ങളായി ജനിച്ചവരുണ്ട് എന്റെ മുമ്പിൽ, ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവരുണ്ട് എന്റെ മുമ്പിൽ, വിശുദ്ധ ഖുർആനിനെ മഹത്വത്തോടെ കാണുന്നവരുണ്ട് എന്റെ മുമ്പിൽ. അവരോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, 6000 ചില്ലാനം വചനങ്ങളിൽ എത്ര വാക്യങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ കേട്ടുപോയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് മഗ്‌രിബിക്ക് നാം നമസ്കാരത്തിൽ പാരായണം ചെയ്ത, ഇനി ഇശാക്ക് നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്ന നമസ്കാരത്തിൽ ഇന്നേ വരെ നാം ഓതിക്കൊണ്ടിരുന്ന 7 വചനങ്ങൾ മാത്രമുള്ള ഫാത്തിഹ സൂറത്തില്ലേ? സുഹൃത്തുക്കളെ, അതിന്റെ അർത്ഥമെങ്കിലും ചൊല്ലിപ്പറയാൻ നമുക്കാകുമോ? നമ്മുടെ ഹൃദയത്തിന് ഉപദേശങ്ങളും ശാന്തിയും പകരുന്ന, നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഖുർആനിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് മനുഷ്യൻ അല്ലാഹു ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം. ഇനിയും കേട്ടോ, രണ്ടാമത് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ പടച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, സങ്കീർണമായ അത്ഭുതകരമായ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്ര അത്ഭുതകരമാണ്, വിസ്മയാകരമാണ്. ആ സൃഷ്ടിപ്പിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ലാഹു എണ്ണിപ്പറയുന്നു. ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അവൻ ബയാനിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഖുർആനിനെ കുറിച്ച് പറയുന്ന ഈ വിശദീകരിച്ച സംസാരമില്ലേ, ഇതാണ് ബയാൻ, ആശയങ്ങളെ കൈമാറാനുള്ള കഴിവ്. ഇതല്ലാഹു മനുഷ്യനു നൽകിയ അനുഗ്രഹമാണ്. സുഹൃത്തുക്കളെ, അത് കേൾക്കുവാനും അത് ഉൾക്കൊള്ളുവാനും എന്റെ ശ്രോതാക്കളായ നിങ്ങൾക്കുള്ള ശേഷി അതല്ലാഹു നൽകിയതാണ്. സുഹൃത്തുക്കളെ, ഖുർആനിനെ തന്ന് അതിനെ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും അല്ലാഹു നമുക്ക് തന്നു. പക്ഷേ ഇനി നാം ഇന്നിവിടെ വെച്ച് മരിക്കുന്നുവെങ്കിൽ, ഇന്നു രാത്രി ഉറങ്ങിയ ഉറക്കം നാളെ ഉണരാതിരിക്കുന്നുവെങ്കിൽ, സുഹൃത്തുക്കളെ, ഖുർആനിൽ നിന്നും എന്തുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ? നാം ഓരോരുത്തരും നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കേണ്ട ചോദ്യമാണിത്. ഇന്നു നാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന നാം ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട് പൂട്ടിയാണ് വന്നതെങ്കിൽ, വീടിന്റെ താക്കോൽ നമ്മുടെ കൈവശമാണ്. അത് ഈ യാത്രക്കിടയിൽ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, നാം ഉണ്ടാക്കിയ വീട്ടിന്റെ വരാന്തയിൽ, നാം നിർമ്മിച്ച വീട്ടിന്റെ വരാന്തയിൽ, സുഹൃത്തുക്കളെ, പൂട്ടിക്കിടക്കുന്ന വാതിലിനു മുമ്പിൽ അന്യരായി നാം നിൽക്കേണ്ടി വരും. നമ്മളതാണ് വീട്, പക്ഷേ നമ്മളതിന്റെ മുമ്പിൽ അന്യരെ പോലെ നിൽക്കേണ്ടി വരും. എന്തേ? താക്കോലില്ല. സുഹൃത്തുക്കളെ, ഖുർആൻ നമ്മുടേതാണ്. സ്കൂളിൽ മദ്രസയിലേക്ക് പോകുമ്പോൾ ആ ഖുർആനുമായിട്ടാണ് നാം പോയത്. ആരെങ്കിലും ഒരാൾ ജനൽപ്പടികളിൽ വെച്ച ഖുർആന്റെ നേരെ കാല് നീട്ടിയിരിക്കുന്നത് കണ്ടാൽ അവന്റെ കാല് വലിക്കാൻ നാം പറയും. ഒരുപക്ഷെ ഒന്നുവോടുകൂടെ മാത്രമേ പലരും ഖുർആനെ തൊടാറുള്ളൂ. അത്രമാത്രം സൂക്ഷ്മത കാണിച്ചിട്ടും സുഹൃത്തുക്കളെ, ഖുർആന്റെ മുന്നിൽ പൂട്ടിക്കിടക്കുന്ന വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ നാം നിൽക്കുന്നു. എന്തുകൊണ്ട്? ആ ഖുർആനിനെ കുറിച്ച് ചിന്തിച്ചില്ല. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് അവർ പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ, അവരുടെ ഹൃദയത്തിന് പൂട്ടിട്ടിരിക്കുകയാണോ? സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി ചിന്തിക്കൂ. ഈ പ്രസംഗം നിങ്ങൾ മുഴുവൻ കേൾക്കണമെന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ വാങ്ങി ഒരു പ്രാവശ്യം ഞാൻ മരിച്ചു കണ്ണടക്കുന്നതിന് മുമ്പ് അതാർത്ഥത്തോടെ വായിക്കുമെന്ന് വിചാരിക്കാൻ തീരുമാനിക്കാൻ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും ആകുന്നുവെങ്കിൽ, അതാണ് സുഹൃത്തുക്കളെ ഈ പ്രസംഗത്തിന്റെ വിജയം.
അതാണ് ഈ സംസാരത്തിന്റെ ലക്ഷ്യം. ആൾക്കാർ ചോദിക്കും, എന്തിനാ ഇവിടെ ആൾക്കാരില്ലാഞ്ഞിട്ടാ, പ്രസംഗമില്ലാഞ്ഞിട്ടാ, പരിപാടിയില്ലാഞ്ഞിട്ടാ? അല്ല സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി ഒന്ന് വായിക്കുവാനും പഠിക്കുവാനും ജനങ്ങളോട് പറയുകയാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ ചെയ്ത്. ഏത് പരിഭാഷ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമാനി മൗലവിന്റെ പരിഭാഷ വാങ്ങി വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറ്റിദ്ധരിക്കാമായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏത് പരിഭാഷ, ഏത് പണ്ഡിതനിലാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളത്, നിങ്ങൾക്ക് വായിക്കാം. ഒരു വട്ടം വായിക്കും. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ വായിക്കൂ സഹോദര. ഹൃദയങ്ങൾ തുറന്നു വെച്ച് വായിക്കും. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ നാം എവിടെ നിൽക്കുന്നു, നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു, ഇസ്ലാം എവിടെ നിൽക്കുന്നു, നമ്മുടെ ഭാവി എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു ആത്മപരിശോധന സുഹൃത്തുക്കളെ എത്ര ന്യായമായ ഒരു ആവശ്യമാണത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തുടങ്ങി പറഞ്ഞതുപോലെ ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ആകയാൽ നിങ്ങൾ ആ ഖുർആനിനെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതെന്തോ അതൊന്നും നിങ്ങൾക്ക് നൽകാത്ത സന്തോഷം, അതൊന്നും നിങ്ങൾക്ക് നൽകാത്ത ആഹ്ലാദം വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകും. എങ്ങനെ സഹോദരങ്ങളെ, എങ്ങനെ നൽകും? വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടത് അറബി അറിയുന്ന ഒരു സമൂഹത്തിലല്ലേ സഹോദരങ്ങളെ? മക്കത്ത് അല്ലെങ്കിൽ മദീനത്ത് ഖുർആന്റെ സൂക്തങ്ങൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോൾ അവിടുത്തെ ദൈവനിഷേധികൾക്കും അതേപോലെ തന്നെ കൊടിയ ബഹുദൈവാരാധകർക്കും അവിടുത്തെ അവിശ്വാസികൾക്കും എല്ലാവർക്കും ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അവിടെ മനസ്സിൽ വന്ന ചില സംശയങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾ ഖുർആൻ അവർക്ക് തീർത്തു കൊടുത്തു. അവരിൽ പല ആളുകളും വിശ്വാസികളായി മാറി. സുഹൃത്തുക്കളെ, അവർ തീർത്ത ഒന്നാമത്തെ സംശയം തീർന്നോ? അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ ആരംഭം. അവിടെ നിന്നാണ് ഖുർആന്റെ സന്ദേശങ്ങളുടെ തുടക്കം. ഏതാണ് സഹോദരങ്ങളെ? വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ. വയഖൂലുൽ ഇൻസാൻ, മനുഷ്യൻ ചോദിക്കുന്നു, അഇദാ മാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ലസൗഫ ഉഖ്റജു ഹയ്യാ, ജീവനോടുകൂടെ ഞാൻ തിരിച്ചു വരുമോ? സുഹൃത്തേ, സഹോദര, ഇസ്ലാമിന്റെ മർമ്മം അവിടെയാണ്. ഖുർആനിന്റെ ആത്മാവ് അവിടെയാണ്. എവിടെയാണ് സുഹൃത്തേ? ഞാനും നിങ്ങളും മരിച്ചുപോയാൽ നാം ഏതു വിശ്വാസിയാകട്ടെ, ഏതു മതക്കാരനാകട്ടെ, ഏതു തരക്കാരനാകട്ടെ, ഏതു സംഘടനക്കാരനാകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യപ്പെട്ട സെമിത്തേരികളിൽ നിന്ന്, ചുടലക്കളങ്ങളിൽ നിന്ന്, ശ്മശാനങ്ങളിൽ നിന്ന് നമ്മുടെ അസ്ഥികളിൽ മാംസം പൊതിഞ്ഞ് നാം പഴങ്കബറുകളിൽ നിന്ന് പുറത്തേക്ക് വരും. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാ, പഴകി ദ്രവിച്ച കുഴിമാടങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് വരും ധൃതിപ്പെട്ടവരായിക്കൊണ്ട്. കഅന്നഹും ഇലാ നുസുബിൻ യൂഫിളൂൻ, അതേ നാട്ടിവെക്കപ്പെട്ട ഒരു നാട്ടയിലേക്ക് ലക്ഷ്യമിട്ടോടുന്ന പോലെ അവർ പഴകി ദ്രവിച്ച യുഗാന്തരങ്ങളോളം പഴക്കമുള്ള പഴങ്കബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന്, ശ്മശാനങ്ങളിൽ നിന്ന്, അടക്കം ചെയ്യപ്പെട്ട പെട്ടികളിൽ നിന്ന്, മണ്ണുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. യൗമഇദിൻ യസ്തുറുന്നാസു അഷ്താതൻ ലിയുറൗ അഅ്മാലഹും, അന്നേ ദിവസം മനുഷ്യന്മാർ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു വരും. അഷ്താതൻ ലിയുറൗ അഅ്മാലഹും, തങ്ങളുടെ കർമ്മഫലങ്ങളെ കാണാൻ വിഭിന്ന സംഘങ്ങളായി കൊണ്ടവർ എഴുന്നേറ്റ് വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സുഹൃത്തുക്കളെ, ഇത് ബോധ്യപ്പെട്ടവനെ ഇസ്ലാമിന് വർത്താനുള്ളൂ. അവനോട് ഇസ്ലാമിന് വർത്താനുള്ളൂ, വേറൊന്നുമില്ല. പരലോകവും മരണാനന്തര ജീവിതവും ബോധ്യപ്പെടാത്തവരോട് ഖുർആൻ സംസാരിക്കുന്നില്ല സഹോദര. അവരെന്തു നന്മ ചെയ്താലും അതിന് ഇവിടെ സൽഫലങ്ങൾ ഉണ്ടാകാം, നാളെ പരലോകത്ത് അവർക്കൊരു ഫലവുമില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം വിളിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണത്. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവന്റെ കർമ്മം ഒരു പ്രയോജനവും ചെയ്യുകയില്ലെന്ന് അവനോട് പറയണമെന്ന് ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനോട് വിളിച്ച് ഉത്ബോധിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന മാലാ, നബിയെ പറയുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന മാലാ, പ്രവർത്തിച്ചു നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ?
പ്രവർത്തിച്ചതെല്ലാം പാഴായി പോയവരെ കുറിച്ച് സുഹൃത്തുക്കളെ അതിന്റെ ബാക്കി ഭാഗം വായിക്കുമ്പോഴാണ് ഏറ്റവും സങ്കടം. എന്നാൽ ഈ പ്രവർത്തിക്കുന്നവരെല്ലാം വിചാരിക്കുന്നു വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒന്നും നല്ല കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചിട്ടും അതെല്ലാം നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഇഹലോകത്ത് അവരുടെ പ്രവർത്തനങ്ങൾ പാഴായി പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ നല്ലതാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നു. എന്താണ് കാരണം കേട്ടോ? ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി, അവരവരുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. അത് മനുഷ്യന്റെ സംസാരമല്ല. അതിന്റെ ആശയങ്ങളും അതിന്റെ പദങ്ങളും അതിന്റെ വാക്യങ്ങളും അതിന്റെ സൂക്തങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല. വലിഖാഇഹി, അവനെ മരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ അവനെ കണ്ടുമുട്ടുമെന്നും അവർ വിശ്വസിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങളായ എന്റെ സഹോദരന്മാർ ചോദിക്കും, അത് വിശ്വസിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമോ? ഒരു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ കേട്ടിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടാകാം, ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. പക്ഷേ സഹോദരങ്ങളെ, ബോധ്യപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ബോധ്യപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ശത്രുക്കൾ ഒരുക്കിയ തീനാളങ്ങളിലേക്ക് ഈമാനോടുകൂടെ നടന്നുപോയവനല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മക്കത്തെ മരുഭൂമിയിൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഈമാനോടുകൂടെ തന്റെ മക്കളെ താമസിപ്പിച്ചവനല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം? സുഹൃത്തുക്കളെ, നിങ്ങൾ തീരുമാനിച്ച പ്രകാരം ഖുർആനിന്റെ പരിഭാഷ നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ രണ്ടാമത്തെ സൂറത്തിൽ നിങ്ങൾക്ക് കാണാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം അള്ളാഹുവോട്, കൈഫ തുഹയിൽ മൗതാ, അല്ലാഹുവേ മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? സുഹൃത്തുക്കളെ, ഇത് ചോദിക്കുന്നത് ആരാണ്? ഖലീലുള്ളയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അല്ലാഹു ചോദിക്കുന്നു, ഇബ്രാഹിം അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസമില്ലേ ഇബ്രാഹിം? പടച്ചവനെ, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിൽ അതൊന്നുറപ്പിക്കാൻ, എനിക്കൊരിക്കലും അതിനെക്കുറിച്ച് സംശയം വരാതിരിക്കാൻ, എന്റെ ഹൃദയങ്ങൾ അതിലൊന്ന് ഉറക്കാൻ. സുഹൃത്തുക്കളെ, 4 പക്ഷികളെ അറുത്ത് ജീവൻ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അവയെ വ്യത്യസ്തമായ പർവ്വതങ്ങളിൽ വെച്ച് അവയെ വിളിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ആവശ്യപ്പെടുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ അവയതാ ജീവനുള്ള പക്ഷികളായി തിരിച്ചു വരുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു അത് നേരിട്ട് കാണിച്ചു കൊടുത്തുവെങ്കിൽ, സുഹൃത്തേ, സഹോദര, നിനക്ക് പരലോകത്തെ ബോധ്യപ്പെടാൻ, നേർക്ക് നേരെ കണ്ണുകളിൽ കണ്ട് ബോധ്യപ്പെടാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ തുറന്നു വെച്ചോ വിശുദ്ധ ഖുർആൻ, പഠിച്ചോ വിശുദ്ധ ഖുർആൻ. ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ ഖുർആൻ മനുഷ്യനെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഖുർആൻ ഇത് ചോദിച്ചവർക്ക് നൽകുന്ന മറുപടി, വയഖൂലുൽ ഇൻസാനു അഇദാ മാ മിത്തു ലസൗഫ ഉഖ്റജു ഹയ്യാ, മനുഷ്യൻ ചോദിക്കുന്നു, അഇദാ മാ മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലസൗഫ ഉഖ്റജു ഹയ്യാ, ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്നാണോ പറയുന്നത്? ഖുർആൻ എങ്ങനെ മറുപടി പറഞ്ഞ സഹോദരങ്ങളെ? മരിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം ഖുർആന്റെ മറുപടി കേട്ടോളീം. സുഹൃത്തേ, ഇത് ആരോടുള്ള ചോദ്യമാണ്? ചെവിയുണ്ടോ നമുക്ക്? ഹൃദയമുണ്ടോ നമുക്ക്? മനുഷ്യനാണോ നമുക്ക്? എന്നോട് നിങ്ങളോടുള്ള മറുപടിയാണിത്. അവലാ യദ്കുറുൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ ഖബ്ലു വലം യകു ശൈആ. അവലാ യദ്കുറുൽ ഇൻസാൻ, മനുഷ്യൻ മറന്നുപോയോ? മനുഷ്യൻ മറന്നുപോയോ? എങ്ങനെ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ചോദിക്കും.